ഇത് ഈ മുറി തന്നെയാണല്ലോ. എന്തായിരിക്കും സംഭവിച്ചത്? അവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ? ലക്ഷ്മി, നീ ഈ വീഡിയോ മുഴുവൻ കണ്ടല്ലോ അല്ലേ? ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാൻ. ഇനി ഇത് ഈ ലോകം മുഴുവനും കാണണ്ടേ? വേണ്ടേ? ലക്ഷ്മി എന്ന കൊച്ചു സിന്ദൂരയുടെ ഹോട്ട് സീൻ ലോകം മുഴുവൻ കാണണ്ട എന്നാണെങ്കിൽ ഞാൻ പറയുന്നിടത്തേക്ക് നീ വരണം. ഞാൻ പറയുന്ന സമയത്ത്. അഥവാ ഇന്ന് 10 മണിക്ക് നീ എത്തിയില്ലെങ്കിൽ 11 മണിക്ക് ഈ വീഡിയോ ഇന്റർനെറ്റ് വഴി ലോകം മുഴുവനും കാണും. ഓക്കെ, ബൈ. സന്ധ്യ, ഞാൻ നിങ്ങൾക്കൊരു നമ്പർ അയച്ചിട്ടുണ്ട്. ഒരു പയ്യൻ്റെ വാട്സപ്പ് നമ്പറാണത്. എത്രയും പെട്ടെന്ന് ആ ഫോണിൻ്റെ ലൊക്കേഷൻ, ആ നമ്പറിൻ്റെ ഉടമസ്ഥൻ, അയാളുടെ വിലാസം, കുടുംബം, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് ഉടനെ വേണം. ഞാൻ ഉടനെ തന്നെ അന്വേഷിക്കാം. ആ രവി, എന്താ സാർ? നീ ഒരു ഓട്ടോ ഡ്രൈവർ വേഷം മാറി ഓട്ടോ എടുത്ത് ഉടനെ എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തണം. അല്പം കഴിഞ്ഞ് എൻ്റെ മകൾ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി വരും. അവൾ നിൻ്റെ ഓട്ടോയിലേക്ക് കയറാം. പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. അവൾ നിൻ്റെ ഓട്ടോയിലേക്ക് കയറാവും. സാറിൻ്റെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം? ചെറിയൊരു പ്രശ്നമുണ്ട്. സാർ, ഞാൻ തനിച്ച് വന്നാൽ മതിയോ? മതി. ശരി സാർ. ഓക്കെ, ശരി ശരി. ആ പറയൂ. സാർ, ആ നമ്പർ ഒരു വിവേക് എന്ന ആളുടെ പേരിലാണ്. സാറിന്റെ മകളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ. അവന്റെ വീട് കൊയിലാണ്ടിലാണ്. അവന്റെ അച്ഛനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു തട്ടിപ്പ് കേസിൽപ്പെട്ട് ജോലി പോയപ്പോൾ ആത്മഹത്യ ചെയ്തു. അമ്മയും അവനും മാത്രമാണ് ആ വീട്ടിലുള്ളത്. അവന്റെ കറന്റ് ലൊക്കേഷൻ ഇപ്പോൾ എവിടെയാ? സാർ, 3 ദിവസമായി ഈ നമ്പർ ഫറൂഖിനടുത്തൊരു വീട്ടിലാണ് കാണുന്നത്. വേറെ 2 നമ്പർ കൂടി അതേ പരിസരത്ത് ഉണ്ട്. 500 മീറ്ററിനുള്ളിൽ 3 ദിവസമായി വേറെ നമ്പർ ഒന്നും കാണുന്നില്ല. അതിന്റെ അർത്ഥം 3 ദിവസമായി അവരെന്തോ തയ്യാറെടുപ്പിലാണ്. അതൊരു വലിയ പറമ്പിന് നടുവിലെ ഒരു വീടാണ്. ഗൂഗിൾ എർത്തിലെ പടം ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. ഓക്കെ സന്ധ്യ, നമുക്കിപ്പോൾ തന്നെ അവിടെ പോകണം. ശരി സാർ. അവന്റെ അമ്മയെ വിളിച്ച് അത്യാവശ്യമായി സ്ഥലത്തെത്താൻ പറഞ്ഞു. കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ വിളിച്ചാണ് പറഞ്ഞാൽ മതി. വിവേകിന് ഒരു ചെറിയ അപകടം പറ്റിയെന്നേ പറയാം.
ആ പിന്നെ വണ്ടി അയച്ചു കൊടുക്കണം. അമ്മ തനിച്ചേ വരാവൂ. ഓക്കെ. പ്രത്യേകം സർ. എന്താ നീ തിരയുന്ന? വണ്ടിയുടെ ചാവി അച്ഛാ. എങ്ങോട്ട് എത്ര നേരത്തെ? പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണ്ടായിരുന്നു ഇന്ന്. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്നൊരു ഓട്ടോ വിളിച്ചു പോയിക്കോ. ശരി അച്ഛാ. എടാ മോളായിരിക്കും, പോയി വാതിലോ. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന സുധാകരന്റെ മകൻ വിവേക് അല്ലേ? എന്റെടാ നിനക്ക് നാക്കില്ലടാ. വേണ്ട മേഡം, അവനെല്ലാം പറയും. അവന് സമയം കൊടുക്കണം അല്ലേ വിവേക്? നിങ്ങൾക്കാരാ? എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരാം. അതിനു മുമ്പ് നീ ആരാണെന്ന് ഞങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യണം അല്ലേ മേഡം? ഉം. ഒരു ചതിയിൽപ്പെട്ട് അച്ഛൻ ജീവനൊടുക്കിയ ശേഷം അമ്മ വളർത്തിയ മകൻ വിവേക്. പക്ഷേ മകന് വിവേക് എന്ന് പേരിട്ടപ്പോൾ അച്ഛൻ ഓർത്തു കാണില്ല, ജീവിതത്തിൽ ഒരു വിവേകവും ഇല്ലാത്തവനാണ് തന്റെ മകനെന്ന്. സാർ നിങ്ങളൊക്കാരാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാ എന്നെ അങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ലക്ഷ്മി എന്ന കൊച്ചു സിന്ധുരയുടെ ഹോട്ട് സീൻ ലോകം മുഴുവൻ കാണണ്ടെന്നാണെങ്കിൽ ഞാൻ പറയുന്നിടത്തേക്ക് നീ വരണം. ഞാൻ പറയുന്ന സമയത്ത്. അഥവാ ഇന്ന് 10 മണിക്ക് നീ എത്തിയില്ലെങ്കിൽ 11 മണിക്ക് ഈ വീഡിയോ ഇന്റർനെറ്റ് വഴി ലോകം മുഴുവനും കാണും. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഇനി പറ, എന്താണ് എന്റെ ഉദ്ദേശം? നീ ഈ വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്തു? ഇതാ കാണ്. നീ ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു പറയ്. അച്ഛനും മോളും കൂടെ എന്നെ കളിപ്പിക്കാറായിരിക്കുക. എന്നാ കേട്ടോ, തൻ്റെ വീടായി പോകണമെന്ന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ വഴിയിരിക്കും, പക്ഷേ അതോടെ തൻ്റെ മോളുടെ ഭാവി തീർന്നു. എനിക്ക് വല്ലതും സംഭവിച്ചാൽ ഞാൻ ഈ വീഡിയോ സേഫായി അയച്ചു കൊടുത്ത എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു 10 പേർ അവരിത് ഇൻ്റർനെറ്റിലിടും. അതോടെ കഴിഞ്ഞിടോ തൻ്റെ മോളുടെ കഥ. ആധുനിക സാങ്കേതിക വിദ്യ കലക്കി കുടിച്ചവരാണ് ഞങ്ങളെന്ന് നീ അടക്കമുള്ള പുതിയ തലമുറയ്ക്കൊരു അഹങ്കാരമുണ്ട്. പക്ഷേ നിങ്ങളെ അടിയോടെ വിഴുങ്ങാൻ മാത്രം അറിവും പക്വതയും കഴിവുമുള്ള പഴയ തലമുറയുടെ തണലിലാണ് നീ അടക്കമുള്ളവർ സേഫായിരിക്കുന്നത്. കേരള പോലീസിന്റെ സൈബർ സെല്ലിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു SP-യോടാണ് നീ സംസാരിക്കുന്നത്. ഇത് സന്ധ്യ മേത്ത, പ്രസന്റ് SP. ഞങ്ങൾക്ക് എല്ലാ വിവരവും കിട്ടിക്കഴിഞ്ഞു. നീ ഈ വീഡിയോ അയച്ചിരിക്കുന്നത് ലക്ഷ്മിക്കും പിന്നെ നിന്റെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിൽ മാത്രമാണ് അല്ലേടാ? നിങ്ങളുടെ മോൾക്ക് എന്നോട് പ്രേമമായിരുന്നു, ഒടുക്കത്തെ പ്രേമം. അതുപ്രകാരം അവൾ എനിക്ക് അയച്ചു തന്നായിരുന്നു ഈ വീഡിയോ. എന്നിട്ട് നിങ്ങൾ ആളുകളെയും കൂട്ടി വന്ന് എന്നെ പേടിപ്പിക്കുന്നോ? എടാ, എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല. നീ പറ, നീ ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു?
അത് മാത്രം എനിക്കറിഞ്ഞാൽ മതി. നിങ്ങളെ മോൾ ആരാണെന്നാണെങ്കിൽ നിങ്ങളെ നാട്ടിലിറങ്ങി ചോദിക്കും, അല്ലെങ്കിൽ കോളേജിൽ വന്ന് ചോദിക്കും. എടാ കഴിവേറിയുടെ മോനെ, എന്റെ മോളെ കുറിച്ച് എനിക്കൊന്നും അറിയണ്ട. എനിക്ക് നിന്നെ കുറിച്ച് അറിഞ്ഞാൽ മതി. നിന്നെ കുറിച്ച് അറിയാൻ ഏറ്റവും പറ്റിയ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതാ നോക്ക്. അമ്മേ, എന്നെ അങ്ങനെ വിളിക്കരുത്. നീ മരിച്ചുപോയ അച്ഛനെ നീ ഓർത്തില്ലേ? നീ ചെയ്തത് നിന്റെ അച്ഛന്റെ കൂട്ടുകാർ അച്ഛനോട് ചെയ്തത് എന്താ വ്യത്യാസം? പറ നീ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു? ഞാൻ എല്ലാം പറയാം. കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛൻ. ലക്ഷ്മി എനിക്ക് ഇഷ്ടമായിരുന്നു, ഒരു തരം ഭ്രാന്തമായ ഇഷ്ടം. പലതവണ എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞിട്ടും അവളൊന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല. ഒടുവിൽ രണ്ടിലൊന്നറിയാൻ ഞാൻ അവളെ റോഡിൽ തടഞ്ഞു വെച്ചു. എൻ്റെ കരണത്തടിച്ച് അവളൊന്ന് പ്രതികരിച്ചപ്പോൾ ഞാനകെ തകർന്നു പോയി. പിന്നെ അതൊരു പകയായി, വാശിയായി മാറി. അവക്കിട്ട് ഒരു മുട്ടം പണി കൊടുക്കണം. അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു പണി. അവൾ അടിച്ചത് നിന്റെ മുഖത്താണെങ്കിലും കൊണ്ടത് ഞങ്ങൾക്കും കൂടിയാ. എങ്കിൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞു നടന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ? എടാ, പക്ഷെ എന്ത് പണി? അതൊന്നും നീ പേടിക്കണ്ട, അതിനുള്ള എല്ലാ വഴികളും എൻ്റെ കയ്യിലുണ്ട്. എന്നാ വേഗം പറഞ്ഞു തുലക്കി. ഈ ആപ്പ് കണ്ട, ഈ ആപ്പ് അവളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം നിന്റെ ഫോണോ അവളുടെ ഫോണോ ആയി പേര് ചെയ്യുക. സിമ്പിൾ. പിന്നെ നമ്മൾ തീരുമാനിക്കും അവളുടെ ഭാവി എന്താവണമെന്ന്. എടാ, അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? നീ ആപ്പ് നോക്കടാ. ഈ ആപ്പ് ഹിഡൻ ആയിട്ട് വർക്ക് ചെയ്യും. അവളുടെ ഫോണിൽ അവൾ പോലും അറിയില്ല. മാത്രമല്ലടാ, അവളുടെ കൂളിസിയും വരെ കിട്ടും. അതുപോലെ പ്ലാനൊക്കെ ഓക്കെ, പക്ഷെ നമ്മളെങ്ങനെ അവളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും? അവളുടെ ഒരു ഫ്രണ്ട് ഇല്ലേ, അഞ്ജു, അവളെ വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അടിപൊളി. പ്ലാനൊക്കെ ഓക്കെ, പക്ഷെ അത് പ്രശ്നമില്ലേ? വർക്കൗട്ടാവോ? എന്ത് പ്രശ്നം? അതൊക്കെ ഞാനേറ്റടാ. പിന്നെ കൂട്ടുകാരുടെ പ്രകോപനം കൂടി ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു. അവളുടെ ഫ്രണ്ട് അഞ്ജുവിലൂടെ ആ ആപ്ലിക്കേഷൻ ലക്ഷ്മിയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ അവളുടെ ഫോണിൻ്റെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും എൻ്റെ കൺട്രോളിലായി. അവൾ എവിടെയായിരുന്നാലും അവളുടെ ക്യാമറ വഴിയുള്ള വിഷ്വൽസ് എനിക്ക് കാണാമായിരുന്നു. പിന്നെ രാവും പകലും ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ കുളിക്കാൻ പോവുകയായിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു അവൾ കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവളുടെ ഹോട്ട് സീൻ കിട്ടുമെന്ന്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഹോട്ട് സീൻ കിട്ടി. അത് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അവളെ ഞാനിവിടെ എത്തിച്ചത്. Go and get them. ശരി സാർ. ഓരോന്ന് കാട്ടിക്കൂട്ടി വന്നിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് മാറിക്കടാ. ഇവരെല്ലാവരും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകല്ലേ? വേണ്ട, നമ്മൾ ഇവരുടെ പേരിൽ കേസ് എടുക്കുന്നില്ല.
രവി, കൊച്ചു പയ്യനാണിവൻ. എന്റെ മകളോടൊന്നല്ല, ലോകത്തൊരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടില്ലാത്തതാണ് അവൻ ചെയ്തത്. ഇവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ ആ ശിക്ഷ കാരണം ഇവൻ ലോകത്തിനോട് മുഴുവൻ പകയുള്ള ഒരു കുറ്റവാളിയാവുകയാണെങ്കിലോ? ഈ ചെറുപ്രായത്തിൽ ഇവന്റെ ഒരു വലിയ തെറ്റിന് നമ്മൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നാളെ ഈ സമൂഹത്തോട് ഒരുപാട് നന്മ ചെയ്യുന്ന ഒരാളായി ഇവൻ മാറില്ലേ? അല്ലേ വിവേക്? ഇനി നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നീയല്ല, എല്ലാ പെൺകുട്ടികളും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, കുറച്ച് നമ്പറുകളും കുറച്ച് ചിത്രങ്ങളും വീഡിയോയുമുള്ള ചെറിയൊരു ചതുരപ്പെട്ടി മാത്രമല്ല. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിനകത്തൊരു ജീവിതമുണ്ട്. അവളുടെ വീട്ടുകാരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷയുമുണ്ട് ഇതിനകത്ത്. സൂക്ഷിച്ചുപയോഗിക്കേണ്ട മാരകായുധമാണിത്. ദാ ഈ ക്യാമറയുണ്ടല്ലോ, വെറും ഒരു ക്യാമറ മാത്രമല്ലിത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലേക്ക് തുറന്നു വെച്ച തൃക്കണ്ണാണിത്. The third eye. Beware of this third eye.